ഹായ് ഫ്രണ്ട്സ്, ഹോളി സ്പെഷ്യൽ ആയുള്ള ഗോൾഡ് റോയലിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കാൻ പോകുന്നത്. സോ ഹോളി സ്പെഷ്യൽ ആയിട്ട് തന്നെ ഹോളി സ്പെഷ്യൽ കുറേ അധികം ഐറ്റംസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ എന്തൊക്കെയാണ് കിട്ടാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കുന്നുണ്ട്. അത് മാത്രമല്ല അടുത്തായിട്ട് വരാൻ പോകുന്ന കൺഫേം ഗോൾഡ് റോയലിനെ പറ്റിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നോക്കുന്നുണ്ട്. സോ അടുത്തായിട്ട് വരാൻ പോകുന്ന കൊളാബറേഷനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്ന പുതിയ ടൂർണമെന്റിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. സോ ഗെയിമിനകത്ത് എങ്ങനെ ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. പുതിയ ഇവന്റ്സിനെ പറ്റിയിട്ട് നോക്കുന്നുണ്ട്. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാന്മാരെ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇവന്റ്സ് ആൻഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഗൈസ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. നാളെയാണ് റിപ്പബ്ലിക് ഡേ. നാളെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സർപ്രൈസ് ഇവന്റ് ഗെയിമിനകത്തോട്ട് വരാൻ ചാൻസ് ഉണ്ട്. 27-ാം തീയതി നമുക്ക് ഈ ഒരു ഫ്രീ മോൺസ്റ്ററിന്റെ സ്കിൻ കിട്ടുന്നതാണ്. 27-ാം തീയതി തന്നെ ഈ ഒരു സ്റ്റെപ്പ് അപ്പ് ഇവന്റ് ഗെയിമിനകത്തോട്ട് വരുന്നതാണ്. അത് വരിയിട്ട് ഈ ഒരു പമ്പരം കറക്കുന്ന ഇമോട്ടും ഈ ഒരു കിടക്കുന്ന ഒരു ഇമോട്ടും ഗെയിമിനകത്തോട്ട് വരുന്നതാണ്. ആദ്യത്തെ 2 സ്പിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 50% ഓഫ് കിട്ടുന്നുണ്ട്. ഗൈസ്, 18-ാം തീയതി പുതിയൊരു അറൈവൽ ആനിമേഷൻ ഗെയിമിനകത്തോട് വരുന്നതാണ്. അത് മാത്രമല്ല ഈ ഒരു മാസം തന്നെ മിസ്റ്ററി ഷോപ്പ് ഇവന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടുത്തൊരു മാസം ഫെബ്രുവരി 1-ാം തീയതി ഈസപ്പോൾ നമുക്ക് പുതിയൊരു CS സീസൺ തുടങ്ങുന്നതാണ്. അത് മാത്രമല്ല CS ഓവർ ടൈം എന്ന് പറയുന്ന ഒരു ഇവന്റ് ഒരു താണ്ടി ഒരു കണ്ണാടി ഇല്ലേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഫെബ്രുവരി 1-ാം തീയതി തൊട്ട് ഈസപ്പം ഈ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫെബ്രുവരി 2-ാം തീയതി പുതിയൊരു ഇവോൾട്ട് ഇവന്റ് വരുന്നതാണ്. അതുവരെ പാരാഫാലിൻ്റെ സ്കിൻ വരുന്നുണ്ട്. A94 താണ്ടി ഈ ഒരു സ്കിന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് മാത്രമല്ല M1014 താണ്ടി ഈ ഒരു സ്കിന്നും വരുന്നുണ്ട്. സോ ഫെബ്രുവരി 2-ാം തീയതി ഈ ഒരു ഇവോൾട്ട് ഇവന്റ് ഗെയിമിനകത്തോട് വരുന്നതാണ്. അതാണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും ഐറ്റംസ് ഗെയിമിനകത്തോട് വരുന്നുണ്ട്. ഇതൊക്കെയെന്ന് വെച്ചാൽ ഓരോരോ വെപ്പൺസ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഗെയിമിനകത്തോട്ട് വരാൻ പോകുന്നുണ്ട്. സോ ഫ്രീ ഫയർ പുതിയൊരു കൊളാബ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് സ്ട്രൈക്ക് എന്നാണ് ഈ ഒരു കൊളാബറേഷൻ്റെ പേര്. ഓക്കെ, ആ ഒരു വരുന്ന സമയത്ത് നമ്മുടെ POVയിൽ താണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാരണമാണ്. വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അത് വരുന്നുണ്ട്. നമ്മുടെ ഗെയിമിനകത്തോട് താണ്ട് ഇത്രയും ഐറ്റംസ് വരുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഒരു ഹെയർ ഡ്രയർ വരുന്നുണ്ട്, ഒരു മോപ്പ് വരുന്നുണ്ട്. ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാർബർ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സലൂണില്ല ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് വന്നേക്കുന്നതാണ്. ഇപ്പം നമ്മുടെ മാപ്പിനകത്ത് താണ്ടി ഈ ഒരു സാധനം കാണാൻ പറ്റും. ഓക്കെ, അതായത് ഒരു സലൂൺ കാണാൻ പറ്റും. ഗേസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ജുജുക്സു കൈസൻ്റെയും ബേസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു സലൂൺ ഇപ്പം വന്നതെന്ന്. ഗേസ്, പുതിയൊരു കൊളാബറേഷൻ വരാൻ പോകുന്നുണ്ട്. അതായത് ഈ ഒരു ചോപ്പി കട്ട്സ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേഷൻ ഇല്ലേ നമ്മുടെ മാപ്പിനകത്തുള്ള. ഗൈസ്, ഇത് പെർമനൻ്റ് ആക്കാനാണ് തീരുമാനം. ഓക്കെ, അതായത് പുതിയതായിട്ട് ഈ സമയം ചോപ്പി കട്ട്സ് എന്ന് പറയുന്ന ഒരു കൊളാബറേഷൻ വരുന്നുണ്ട്. ആ ഒരു കൊളാബറേഷൻ വരുന്ന സമയത്തും നമുക്കിത് കാണാൻ പറ്റും. സോ അതിനോട് മുന്നോടുകൂടി തന്നെ ഇത് വന്നേക്കുന്നതാണ് ഗെയിമിനകത്തോട്ട്. സോ ചോപ്പി കട്ട്സ് എന്ന് പറയുന്ന പുതിയൊരു കൊളാബറേഷനും ഗെയിമിനകത്തോട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഫെബ്രുവരി തന്നെ ഈസം പുതിയൊരു ടൂർണമെൻറ്റ് തുടങ്ങുന്നതാണ്. നമ്മുടെ ഇന്ത്യ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സോ TCS 2026 ടൂർണമെൻറ്റിനകത്ത് പല സ്റ്റേറ്റും ഇതിനകത്തോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും കേസ് ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു ടൂർണമെൻറ്റാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കൺഫേം ഡേറ്റ് നിങ്ങളെ അറിയിക്കാം, ഉറപ്പായിട്ടും കേസ് ഇപ്പോൾ ഒന്ന് അറിയിക്കാം. ഓക്കെ ഗേസ്, അത് മാത്രമല്ല നമ്മുടെ ഗെയിമിനകത്ത് പല ബഗ്ഗും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ലാഗ് ആയിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗൺലോഡ് സെൻറ്ററിനകത്ത് ഇങ്ങനത്തെ ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ഐസപ്പം റിപ്പയർ ചെയ്യാൻ പറ്റും. സോ റിസോഴ്സ് ഇങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പല ഫോണിനും പല ടൈമിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് റിപ്പയർ ആയി കിട്ടും. ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ലാഗും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റാൻ സഹായിക്കും. ഓക്കെ, സോ പുതുതായിട്ട് വന്നേക്കുന്നൊരു അപ്ഡേറ്റ് ആണ്. കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഈസോ നേരത്തെ വരേണ്ടതായിരുന്നു. എന്തായാലും നമുക്കിത് മാറ്റാൻ പറ്റും. അത് മാത്രമല്ല ഡിസ്പ്ലേ നിങ്ങൾ പോയിട്ട് കഴിച്ചപ്പോൾ നിങ്ങൾ സ്മൂത്ത് ഇട്ട് എൻഹാൻസ്ഡ് ഇട്ട് കളിക്കുവാണെങ്കിൽ പലർക്കും കഴിച്ചപ്പോൾ ഇത് ലാഗും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ എന്തായാലും ഈസോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പലർക്കും അറിയാത്തൊരു ഈസോ ഒന്ന് മനസ്സിലാക്കിയോളാം. നൈസുള്ളൊരു ട്രിക്കാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അത് മാത്രമല്ല നമുക്ക് ഹോളി സ്പെഷ്യലായുള്ള ഒരു ഗോൾഡ് റോയൽ വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എല്ലാ വെട്ടവും കേസ് സ്പെഷ്യലായുള്ളൊരു റോയൽ വരുന്നുണ്ട്. ഈ ഒരു വെട്ടവും അത് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എല്ലാ ഇവൻറ്റ് വഴിയിട്ടും വരുന്നുണ്ട്. സോ നമുക്ക് ഹോളി സ്പെഷ്യലായിട്ട് എന്തായാലും നമുക്കിത് കാണാൻ പറ്റും. സോ വരുന്ന സമയത്ത് കേസ് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ കാണാൻ പറ്റും. അതായത് കേസ് ഇപ്പോൾ നമുക്ക് ദാണ്ട് ഫ്രീ ആയിട്ട് ഒരു ബണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതായത് ഹോളി സ്പെഷ്യലുള്ള ഒരു മെയിൽ ബണ്ടിലാണ് വന്നേക്കുന്നത്. ഓക്കെ, സോ ഇതുവരെയിട്ട് കേസും വേറെ കുറച്ച് ഐറ്റംസ് കൂടി വരുന്നുണ്ട്. എല്ലാ വട്ടവും നമുക്ക് എന്തെങ്കിലും ഒരു മെയിൽ ബണ്ടിലോ അല്ലെങ്കിൽ ഫീമെയിൽ ബണ്ടിലോ കിട്ടുന്നുണ്ട്. ഈ ഒരു വട്ടം താണ്ടി ഇതാണ് വരാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ വട്ടം കേസ് ഇപ്പോൾ നമുക്ക് താണ്ടി ഈ ഒരു മെയിൽ ബണ്ടിൽ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നു. ഈ ഒരു വട്ടം താണ്ടി ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഇതെന്ന് വെച്ചാൽ നൈസുള്ള ഒരു ബണ്ടിലാണ്. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. സോ ഫീമെയിൽ ബണ്ടിൽ കേസുമ്പോൾ കിട്ടാനായിട്ട് നല്ല രീതിക്ക് ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് സ്പെഷ്യൽ ഗോൾഡ് റോയൽ വരുവാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും വരാൻ പോകുന്നത്. അതിനകത്ത് തന്നെ വേറെ ബണ്ടിൽസും കാര്യങ്ങൾ കാണും. ഒരു ബണ്ടിലല്ല, വേറെ പല ബണ്ടിൽസും കാണും. ഇത് നമുക്ക് പെയ്ഡായിട്ടാണ് എടുക്കേണ്ടത്. ഈ ഒരു ഗ്ലൂ വാൾ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്. UMBയുടെ സ്കിൻ കിട്ടുന്നുണ്ട്. മാത്രമല്ല ലൂട്ട് ബോക്സ് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈസോൺ ട്രാക്ടർ കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ജീപ്പിന് സ്കിൻ കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ഇമോട്ട് കേസുമ്പോൾ കിട്ടുന്നുണ്ട്. സാധാ ഒരു ഇമോട്ടാണ്. സോ ഇതെല്ലാം കേസുമ്പോൾ നമുക്ക് പുതിയതായിട്ട് വരാൻ പോകുന്ന ഗോൾഡ് റോയൽ വരിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ കേസുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അത് മാത്രമല്ല വാലന്റൈൻസ് ഡേ ഇവൻറ്റും കാര്യങ്ങളൊക്കെ ഫെബ്രുവരി വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ കാര്യം കേസുമ്പോൾ എന്തായാലും അറിയിക്കാം. നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ഗോൾഡ് റോയലിനെ പറ്റിയിട്ട് നോക്കാം. ഗൈസ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഗോൾഡ് റോയൽ താണ്ടി
ഇതാണ് നോക്കി ഈ ഒരു മഞ്ഞ കളർ സംഭവമാണ്. സോ ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ അതാണ്ട് ഈ ഒരു ഫീമെയിൽ ബണ്ടിലായിരിക്കും. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മെയിൽ ബണ്ടിലാണ്. സോ ഗരീനയുടെ പാറ്റേൺ അനുസരിച്ച് ഇപ്പോൾ ഒരു മെയിൽ ബണ്ടിലാണെങ്കിൽ അടുത്ത ഒരു ബണ്ടിൽ ഫീമെയിൽ ആയിരിക്കും. സോ അതുകൂടാതെ ഇത് വരാൻ ചാൻസ് ഉണ്ട്, ബട്ട് ഗേസ് ചാൻസ് തീരെ കുറവാണ് ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ. സോ ബാക്കിയുള്ള ബണ്ടിൽസ് ഒന്നും ഗേസ് ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, കാര്യം എന്ന് വെച്ചാൽ അതൊന്നും വരാൻ ചാൻസ് ഇല്ല. സോ ആദ്യമേ കാണിച്ചിട്ടുള്ള ആ ഒരു ബണ്ടിൽ, അതായത് ആദ്യമേ കാണിച്ചിട്ടുള്ള ഒരു ഫീമെയിൽ ബണ്ടിലായിരിക്കും വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മെയിൽ ബണ്ടിലായതുകൊണ്ട് തന്നെ അടുത്തൊരു വട്ടം ഫീമെയിൽ ബണ്ടിലായിരിക്കും. സോ അതിൻ്റെ സെയിം തീമി വന്നേക്കുന്ന ഒരു മെയിൽ ബണ്ടിലാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടത്. ഓക്കെ, സോ എന്തായാലും ഗേസ് ഇപ്പം ആ ഒരു ബണ്ടിലായിരിക്കും. സോ വേറെ ബണ്ടിലൊന്നും വരത്തില്ല. ഏറ്റവും കൂടുതൽ ചാൻസ്, അതായത് 90% ചാൻസ് അതായിരിക്കും. സോ ഇത് കഴിയുമ്പോഴത്തേക്കിനും അതായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, സോ എന്നിരുന്നാലും ഗേസ് ഇപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് വിഷയിക്കുക. പക്ഷേമാരെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഗേസ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിഷയിക്കുക. ഗേസ് അപ്പം ആ ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ഗേസ് അപ്പം അടുത്തൊരു വീഡിയോ കൂടി കാണുന്നവരേക്കും ഇറ്റ്സ് മീ സോൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ഗേസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.